അപ്പോൾ ദേ വിഷ്ണുവിൻ്റെ ക്യാബിനൊക്കെ നല്ല പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല. മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് ആ ഡ്യൂട്ടീൻ്റെ ഇടയിലൊക്കെ ഓടി വന്നതെല്ലാം ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സെറ്റപ്പിലാണ് ചെയ്തേക്കണം. നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കും, അവൾ സർപ്രൈസ് ആവോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ആരാണ് സർപ്രൈസ് ആവാത്തത്? സർപ്രൈസ് ആവുന്നേക്കാളും ഞാൻ ഇമോഷണലായി. ഈ വീഡിയോ ഞാൻ റീൽസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പം ഞാൻ വിഷ്ണുവിൻ്റെ ഗിഫ്റ്റ്സ് എല്ലാം പൊട്ടിച്ച് നോക്കി കുറച്ച് നേരം സംസാരിച്ചിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് പോയി. അങ്ങനെ രാവിലെ 7 മണിയൊക്കെ ആയപ്പോൾ അലാം വെച്ച് എഴുന്നേറ്റ് കുളിച്ച് അത്ത ഇടാൻ പോയി. എല്ലാ ഡേയ്സും അത്ത ഇടാറുണ്ട് ഇവിടെ. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഒരു ഓട്സിൻ്റെ വീഡിയോ ചെയ്യാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ തിളച്ച ഉരുളിയിലോട്ട് പാലെടുത്ത് ഒഴിക്കാൻ പേടിയായതുകൊണ്ട് ഞാനാണ് അവളുടെ കുപ്പിവളയൊക്കെ ഇട്ട് ഒഴിച്ചത്. എൻ്റെ കൈ ഫുൾ പൊള്ളിയോണ്ട് പേസ്റ്റ് ഇട്ടിട്ടിരിക്കുവാണ്. ബർത്ത്ഡേ ആയിട്ട് രാവിലെ എന്നെ പണി കിട്ടി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ദേ റെഡിയായി പുറത്തോട്ട് പോകാൻ പോവാണ്. വേറെ എങ്ങോട്ടും അല്ല, ഇഹയിലൊന്ന് പോകണം. കാര്യം ഇന്ന് വൈകുന്നേരം കേക്ക് കെട്ടിയുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് ഞാനൊരു 2-3 ദിവസം മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓൾഡർ ചെയ്ത് കിട്ടിയില്ല. അപ്പോൾ ഇഹയിൽ നിന്ന് അത് വാങ്ങാൻ വേണ്ടി പോകണം. ഞാനും അമ്മയും ആശിച്ചേട്ടനും ആവണിയും കൂടിയാണ് ഇറങ്ങിയത് പുറത്ത് പോകാനായിട്ട്. അങ്ങനെ ദേ ഇഹ എത്തി. ഞാനും അമ്മയും അവളും കൂടിയാണ് ഇവിടെ ഇറങ്ങിയത്. ആശിച്ചേട്ടന് ഹെയർ കട്ട് ഉള്ളതുകൊണ്ട് അടുത്ത് തന്നെ ഉള്ളൊരു ലൈറ എന്ന് പറയുന്ന സലൂണിലേക്ക് പോയി. എനിക്ക് ഓൾഡർ ചെയ്ത് കിട്ടി. കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത്. ഞാനിത് ലാർജ് സൈസാണ് എടുത്തത്. എനിക്ക് കളർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചാടിക്കയറി എടുത്തു. സൈസൊന്നും നോക്കിയില്ല. അത് കഴിഞ്ഞ് സാധനം എല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ മാക്സിലേക്ക് പോയി. അപ്പോൾ ഇനി കുറച്ച് ഇവിടുത്തെ ഷോപ്പിങ്ങും കൂടി കഴിഞ്ഞാൽ വീട്ടിൽ പോകാം. അപ്പോഴേക്കും ആശേട്ട ഹെയർ കട്ട് ചെയ്തിട്ടൊക്കെ ഇങ്ങ് എത്തിയായിരുന്നു കേട്ടോ. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം. എല്ലാവരും നല്ല വിശന്ന് അവശയായിട്ട് ഇരിക്കുവാണ്. വീട്ടിലെത്തിയപ്പോൾ തന്നെ അപ്പനും അമ്മച്ചിയും എത്തിയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ റെഡി ആവാനായിട്ട് പോയി. ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. അപ്പോൾ ഇതിട്ടാണ് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ഇവിടുത്തെ അച്ഛൻ വാങ്ങി തന്നതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ കളറ്. ടോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഷോളൊക്കെ ഞാൻ സെപ്പറേറ്റ് എടുത്തതാണ്. ലേഡീസ് സ്റ്റോറിൽ പോയപ്പോൾ ഞാൻ കുറച്ച് ഫേക്ക് നെയിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് വൈഷ്ണവിയാണ് ചെയ്തു തരുന്നത്. വൈഷ്ണവി ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു കയ്യിൽ നെയിൽ പോളിഷ് ഇട്ട് എനിക്കത് ഇഷ്ടമായില്ല. അപ്പോൾ ഇതിനി റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ കൊള്ളാം, ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പോവും. കാര്യം ഞങ്ങൾ ഗ്ലൂ വെച്ചിട്ടാണ് ചെയ്തത്. ഇനി നമ്മൾ കുറച്ച് ഡെക്കറേഷൻ പരിപാടിക്ക് വേണ്ടിയിട്ട് താഴേക്ക് വന്നു. അങ്ങനെ ബലൂണൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലൂൺ പമ്പ് കാണുന്നില്ല. ഇവർക്കൊക്കെ ഭയങ്കര പേടിയാണ്, വൈഷ്ണവിക്കും ചക്രിക്കും പേടിയാണ്. അപ്പം ഞാനാണ് ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് കസിൻസൊക്കെ വരാനുണ്ട്. അപ്പോൾ അതിനു മുന്നേ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒട്ടിച്ചൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ഈ സമയം കൊണ്ട് അമ്മമാർ രണ്ടുപേരും പോയി ഫുഡൊക്കെ എടുത്തിട്ട് വന്നു. ഫുഡ് പുറത്ത് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ച് വന്നു. വിഷ്ണുവും വീഡിയോ കോളിലുണ്ടായിരുന്നു. വിഷ്ണുവിന് ഉച്ചയ്ക്കുള്ള ബ്രേക്ക് ടൈമാണ്. അപ്പം സാധാരണ ഈ സമയത്ത് ഉറങ്ങാറാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് കേക്കൊക്കെ കട്ട് ചെയ്യുന്നതുകൊണ്ട് ഉറങ്ങാതിരിപ്പുണ്ട്. അപ്പോൾ ഇതേ വിഷ്ണുവിൻ്റെ കസിൻസൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു റിലേറ്റീവും കൂടി വരാനുണ്ട്. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും കേക്ക് കട്ട് ചെയ്യും. അപ്പോൾ താഴത്തെ ഹാളിലാണ് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തത്. ഇതാണ് ആ ഡെക്കറേഷൻ. ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കേക്ക് ഓൾറെഡി അച്ഛനും വൈഷ്ണവിയും കേക്ക് കട്ടിൽ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഫേക്ക് നെയിൽസ് വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കാണെങ്കിൽ ക്യാൻഡിൽ കേക്കിലോട്ട് വെക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ പൊതുവേ സെലിബ്രേഷൻസ് ഒന്നും വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. എനിക്കങ്ങനെ വേണമെന്നൊന്നുമില്ല. വിഷ്ണുവും ഇതേ ക്യാരക്ടറാണെന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ. അപ്പോൾ എൻ്റെ ഈ ബർത്ത്ഡേ ഇവിടെ ഇത്രയും അടിപൊളിയാക്കണം എന്ന് ഇവിടുത്തെ അച്ഛൻ്റെ നിർബന്ധമായിരുന്നു. അതേപോലെ തന്നെ നല്ല അടിപൊളിയായിരുന്നു ബർത്ത്ഡേ. വിഷ്ണുവിൻ്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും സാരമില്ല, ഞാൻ ഫുൾ ടൈം വീഡിയോ കോളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കേക്ക് കെട്ടിയത് ആദ്യം തന്നെ വിഷ്ണുവിനും കൊടുത്തു. പിന്നെ വീഡിയോ കോളിൽ അച്ഛനും കുഞ്ഞേ മക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും കേക്കൊക്കെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ആവണിക്കും വൈഷ്ണവിക്കും ആശിഷേട്ടനും വെച്ച് കൊടുക്കാൻ മറന്നുപോയി. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ധൃതിയിൽ വെപ്രാളത്തിൻ്റെ ഇടയിൽ വിട്ടുപോയി. ആശയുടെ ക്യാമറ ഉണ്ടെന്നുകൊണ്ട് ആശയുടെ ഫോണിൽ ഒരുപാട് ഫോട്ടോസ് എടുത്ത് കുറച്ച് മാത്രമേ ഞാൻ സെലക്ട് ചെയ്ത് എൻ്റെ ഫോണിലോട്ട് എടുത്തിട്ടുള്ളൂ. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എനിക്ക് എടുക്കാനുണ്ട്. നല്ലൊരു ഡേ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എനിക്ക് എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇതിൽ ആഡ് ചെയ്താൽ ഭയങ്കര ലോങ് ആയി പോവും. പിന്നെ വിഷ്ണു ഓൾറെഡി എനിക്ക് നൈറ്റ് തന്നെ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റും സർപ്രൈസും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ ഞാൻ അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് പോരാഞ്ഞിട്ട് എനിക്ക് ഇന്നും ഒരു കിട്ടിലിന് സർപ്രൈസ് തന്നിട്ടുണ്ട്. അതും ഞാൻ സെപ്പറേറ്റ് ഒരു വ്ളോഗിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതേ ആ ബോക്സാണ് എൻ്റെ കയ്യിരിക്കുന്നത്. ഞാൻ പിന്നീട് അൺബോക്സ് ചെയ്ത് കാണിക്കാം എന്നാണ് വിഷ്ണുവിനോട് പറയുന്നത്.
നല്ല ബിരിയാണിയുടെ മണമുണ്ട്. അപ്പോൾ അതേ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല ചിക്കൻ ബിരിയാണിയും പിന്നെ സലാഡും അച്ചാറും ഒക്കെ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് മേളിൽ പോയി ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇന്ന് 2 അമ്മമാരുടെ ഇടയിലാണ് ഞാൻ ഉറങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.